MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അടിപൊളിയായി നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തും നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കിത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് പരസ്യങ്ങളൊക്കെ കാണും. അതൊക്കെ തന്നെ നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം ഗാലറി, അതേപോലെ തന്നെ ക്യാമറ, കളക്ഷൻസ്, ട്യൂട്ടോറിയൽസ്. നിങ്ങൾക്കിത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽസ് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഗാലറിയിൽ നിന്നുള്ള ഒരു ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ നിന്നുള്ളതാണ് എങ്കിൽ, അതായത് ക്യാമറയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അതിലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഗാലറി എന്ന ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഗാലറിയിൽ പല രീതിയിലുള്ള ഫോട്ടോസുകൾ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോയാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 എയർപോഡുകൾ ഉള്ളത്. ഈ 2 എയർപോഡും എനിക്കിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉപയോഗിച്ച് എറേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ബ്രഷ് എന്ന ഫസ്റ്റ് ഓപ്ഷനും അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് എറേസ് ചെയ്യാം. ഞാനിവിടെ ബ്രഷ് എന്നൊരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊരു ഒബ്ജക്റ്റാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ നിങ്ങളൊന്ന് ഇതേ രീതിയിലൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതായത് ആ റെഡ് കളർ നിങ്ങൾക്ക് വരുന്ന രീതിയിൽ ഇതൊന്ന് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഇറേസ് എന്നൊരു ഓപ്ഷൻ കാണാം താഴെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ തന്നെ ഏതെങ്കിലും ഒബ്ജക്റ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടാത്തതുണ്ട് എങ്കിൽ അത് നിങ്ങൾക്കിവിടെ നിന്നും ഇറേസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ താഴെയായിട്ട് കാണാം പ്രോസസ്സ് എന്നൊരു ഓപ്ഷൻ. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ആ എയർപോഡ് ഇവിടെ നിന്നും റിമൂവ് ആയതായി. അവിടെ ഉണ്ടായ ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. അത്രയും ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്നും ഇത് റിമൂവ് ആകുന്നത്. അതേപോലെ തന്നെ വേറൊരു എയർപോർട്ടും കൂടി നിങ്ങൾക്കിവിടെ കാണാം. അതും ഞാനിവിടെ ഇതേ രീതിയിൽ തന്നെ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഞാൻ സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം പ്രോസസ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു എയർപോർട്ടും ഇവിടെ നിന്നും റിമൂവ് ആയത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ഫോട്ടോസിലെയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി കാണാം സേവ് എന്നൊരു ഓപ്ഷൻ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ യെസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ സേവ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇതേ ഒരു പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.